ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോഫോറസിസിനെ പറ്റി പഠിക്കാം. ഓക്കെ, ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫോറസിസിന്റെ മറ്റ് രണ്ട് പേരുകളാണ് കാറ്റാഫോറസിസും ഇലക്ട്രോക്രൊമാറ്റോഗ്രഫിയും. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോഫോറസിസിനെ വിളിക്കുന്ന മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? കാറ്റാഫോറസിസ് ആൻഡ് ഇലക്ട്രോക്രൊമാറ്റോഗ്രഫി. ഇതൊരു അനാലിറ്റിക്കൽ ടെക്നിക്കാണ്. അനാലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റിസൾട്ട് ഓറിയന്റഡ്. അതായത് ഈ ഒരു എക്സ്പെരിമെന്റ് ഇലക്ട്രോഫോറസിസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടുന്ന എക്സ്പെരിമെന്റ്സിനെയാണ് അനാലിറ്റിക്കൽ എക്സ്പെരിമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഒരു അനാലിറ്റിക്കൽ ടെക്നിക്കാണ്, എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇതുവഴി നമുക്കൊരു റിസൾട്ടും കിട്ടുന്നു. ഇനി ഇതിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത്? ഈ ഇലക്ട്രോഫോറസിസ് എന്തിനാണ് നമ്മൾ സാധാരണ ക്യാരി ചെയ്യുന്ന ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ചാർജ്ഡ് മോളിക്യൂൾസ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ അകത്തുള്ള ചാർജ്ഡ് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോഫോറസിസ് നമ്മൾ സാധാരണയായി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, അല്ലേ? അപ്പം ഇതുവഴി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സൊല്യൂഷനകത്തുള്ള ചാർജ്ഡ് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഏത് വഴിയാണ് സെപ്പറേഷൻ നടക്കുന്നത്? ബേസ്ഡ് അപ്പോൺ ദിയർ മൂവ്മെന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് അഥവാ ഇലക്ട്രിക് വോൾട്ടേജ്, ഇതിനൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ട് ഈ സൊല്യൂഷനകത്ത് പാസ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷനകത്തുള്ള ചാർജ്ഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ മൂവ്മെന്റിനെ ബേസ് ചെയ്താണ് ഈ മോളിക്യൂൾസ് സെപ്പറേറ്റഡ് ആകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു സൊല്യൂഷനകത്തുള്ള ചാർജ്ഡ് മോളിക്യൂൾസിനെ ഇലക്ട്രിക് കറണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ മൂവ് ചെയ്യാൻ അനുവദിക്കുകയും ആ മൂവ്മെന്റിലൂടെ ആ ചാർജ്ഡ് മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സ് വഴി. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വിൽ മൂവ് ടുവേർഡ്സ് കാത്തോഡ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വിൽ മൂവ് ടുവേർഡ്സ് ആനോഡ്. അപ്പം സൊല്യൂഷനകത്തുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചാർജ്ഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാമാണ്? ഒന്നുകിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ആയിരിക്കും, അല്ലേ? അപ്പൊ ഈ രണ്ട് മോളിക്യൂൾസ് ആണല്ലോ നമ്മൾ സാധാരണയായിട്ട് ചാർജ്ഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് എന്തിന്റെ അടുത്തായിരിക്കും ഓടിപ്പോകുന്നത്? ഈ മൂവ് ചെയ്യുമ്പോൾ, ഒരു ഇലക്ട്രിക് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ചാർജ്ഡ് മോളിക്യൂൾസ്. അപ്പൊ ചാർജ്ഡ് മോളിക്യൂൾസ് മൂവ് ചെയ്ത് എങ്ങോട്ടായിരിക്കും ആകർഷിക്കപ്പെട്ടു പോകുന്നത്? നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്തായിരിക്കും, അല്ലെ? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് പോകുന്നത്. ഈ നെഗറ്റീവ് ഇലക്ട്രോഡിനെയാണ് നമ്മൾ കാത്തോഡ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അതുപോലെ നേരെ തിരിച്ചും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്തിലേക്കായിരിക്കും ഓടിപ്പോകുന്നത്? ആനോഡിലേക്ക്. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, സോ ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ analyzing and purifying several kinds of biomolecules, especially peptides, proteins, ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. അപ്പം നമ്മുടെ ബയോമോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാമാണ്? നമ്മുടെ ബോഡിയിലുള്ള മോളിക്യൂൾസ്, അല്ലെ? ബ്ലഡിലുള്ള മോളിക്യൂൾസ്, സെൽസിനകത്തുള്ള മോളിക്യൂൾസ്, ന്യൂക്ലിക് ആസിഡ്സ്, പിന്നെ ന്യൂക്ലിയോടൈഡ്സ്, പ്രോട്ടീൻസ്, പെപ്റ്റൈഡ്സ് എന്നീ ബയോമോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഇലക്ട്രോഫോറസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഇൻ ദ സൊല്യൂഷൻ ഒക്കേഴ്സ് അറ്റ് pH വാല്യൂസ് എബവ് ഓർ ബിലോ ഐസോ ഇലക്ട്രിക് പോയിന്റ്. ഇനിയൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് pH ആണ്. pH പ്രോപ്പറായിട്ട് ആ സൊല്യൂഷനകത്തുണ്ടായിരിക്കണം. ആ കറക്റ്റ് pH അല്ലെങ്കിൽ എന്ത് നടക്കില്ല? ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കില്ല. ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യില്ല. ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്താൽ മാത്രമേ സെപ്പറേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ സൊല്യൂഷനകത്തുള്ള pH ആണ്. അപ്പം നമ്മൾ ഏത് മോളിക്യൂൾസിനെയാണോ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മോളിക്യൂൾസിനെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന pH വേണം ആ സൊല്യൂഷനകത്ത് കാണേണ്ടത്. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ ഉറപ്പുവരുത്തണം.
അത് ഐസോ ഇലക്ട്രിക് പി എച്ച് ആവാൻ പാടില്ല. ഐസോ ഇലക്ട്രിക് പി എച്ച് അഥവാ ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പി എച്ച് അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. പ്രകൃതിയിലുള്ള നേച്ചറിലുള്ള എല്ലാ സബ്സ്റ്റൻസസും ഒരു പെർട്ടിക്കുലർ പി എച്ച് എത്തുമ്പോൾ ഈ സബ്സ്റ്റൻസസിന്റെ ചാർജ് 0 ആയിട്ട് മാറും. ആ പി എച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോ ഇലക്ട്രിക് പി എച്ച് അഥവാ ഐസോ ഇലക്ട്രിക് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷനകത്തുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ചാർജ് 0 ആയിട്ട് മാറുന്ന പി എച്ചിനെയാണ് ഐസോ ഇലക്ട്രിക് പി എച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രോഫോറസിസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ സൊല്യൂഷനകത്തുള്ള പി എച്ച് എന്തായിരിക്കണം? എന്തായിരിക്കാൻ പാടില്ല? ഐസോ ഇലക്ട്രിക് പി എച്ച് ആകാൻ പാടില്ല. നമ്മൾ ഏത് സബ്സ്റ്റൻസിനെയാണോ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്സ്റ്റൻസിന്റെ ഐസോ ഇലക്ട്രിക് പി എച്ച് മാത്രം ആകാൻ പാടില്ല. അപ്പൊ ഐസോ ഇലക്ട്രിക് പി എച്ചിന് മേളിലോ താഴെയോ ഉള്ള പി എച്ച് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഐസോ ഇലക്ട്രിക് പി എച്ച് ആയിരിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പൊ പറഞ്ഞത് ഇലക്ട്രോഫോറസിസിനെ പറ്റിയാണ്. ഇലക്ട്രോഫോറസിസിന്റെ വെറും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇലക്ട്രോഫോറസിസിന്റെ മറ്റു 2 പേരുകൾ പറഞ്ഞു, കാറ്റാഫോറസിസും ഇലക്ട്രോക്രോമാറ്റോഗ്രഫിയും. അതിനുശേഷം എന്താ പറഞ്ഞത്? ഇലക്ട്രോഫോറസിസ് ഒരു അനാലിറ്റിക്കൽ ടെക്നിക്കാണ്, അതായത് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്നു. പിന്നെ ഇതിൽ എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്? ഒരു സൊല്യൂഷനകത്തുകൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനകത്തുള്ള ചാർജ്ഡ് മോളിക്യൂൾസ് മൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂവ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാത്തോഡിലേക്കും, അതായത് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആനോഡിലേക്കും, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും മൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഈ സൊല്യൂഷനകത്ത് കിടക്കുന്ന ഈ 2 പാർട്ടിക്കിൾസും 2 ഇലക്ട്രോഡിന്റെ വശത്തേക്ക് അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും അല്ലെ? അപ്പൊ ആ സൊല്യൂഷനകത്തുള്ള ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെല്ലാം 2 ചാർജസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പം ഈ ടെക്നിക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ബയോമോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബയോമോളിക്യൂൾസ് എന്തെല്ലാമാണ്? നമ്മുടെ ബോഡിയിലുള്ള മോളിക്യൂൾസ്, പ്രോട്ടീൻസ്, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് എന്നിവയാണ്. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞ പി എച്ച് ആണ്. പി എച്ച് ഒരിക്കലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിക്കിളിന്റെ ഐസോ ഇലക്ട്രിക് പി എച്ച് മാത്രം ആകാൻ പാടില്ല. ഐസോ ഇലക്ട്രിക് പി എച്ച് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്താണ്? നേച്ചറിലുള്ള ഏത് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെയും ചാർജ് ഒരു പെർട്ടിക്കുലർ പി എച്ചിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ചാർജ് ഉണ്ടെങ്കിലേ ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ ചാർജ് ഇല്ലാതിരുന്നാലോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ ഐസോ ഇലക്ട്രിക് പി എച്ച് എത്തുമ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന് ചാർജ് ഇല്ലായിരിക്കും. ഒരു ചാർജും കാണില്ല. ഒരു ചാർജും കാണാതെ വരുമ്പോൾ ഈ ഇലക്ട്രോഫോറസിസ് കണ്ടക്ട് ചെയ്താൽ അത് മൂവ് ചെയ്യാതെ സൊല്യൂഷനകത്ത് തന്നെ അങ്ങനെ കിടക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിനെ ചാർജ് അനുസരിച്ച്? ഇല്ല. അപ്പൊ ഒരിക്കലും ഐസോ ഇലക്ട്രിക് പി എച്ച് ആവാതെ മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ഇലക്ട്രോഫോറസിസിന്റെ പ്രിൻസിപ്പിളിനെ പറ്റി പഠിക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നേച്ചറിലുള്ള എല്ലാ ബയോളജിക്കൽ മോളിക്യൂൾസും സൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക ചാർജ് അതിന് കൈവരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സോൾട്ട്, ഉപ്പ്. അപ്പൊ നമ്മൾ ഉപ്പ് സോളിഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? പൗഡർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനെ പെട്ടെന്ന് വെള്ളത്തിൽ കലക്കിയപ്പോൾ സോൾട്ട് സൊല്യൂഷൻ ആയി. അപ്പൊ ആ സോൾട്ട് എങ്ങനെയായിരിക്കും ആ വെള്ളത്തിനകത്ത് കിടക്കുന്നത്? Na പോസിറ്റീവും Cl മൈനസ് നെഗറ്റീവും ആയിട്ടായിരിക്കും കിടക്കുന്നത് അല്ലെ? Na പോസിറ്റീവ് ആൻഡ് Cl മൈനസ്. ഇങ്ങനെയല്ലേ അത് ഡിസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് വെള്ളത്തിൽ അല്ലേ? കണ്ടോ? അപ്പം സോളിഡ് ആയിട്ടുള്ള NaCl എന്തായിട്ട് മാറി? സൊല്യൂഷനിൽ വന്നപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറി. കണ്ടോ? അപ്പൊ നേച്ചറിലുള്ള എല്ലാ സബ്സ്റ്റൻസസും ഇങ്ങനെയാണ്. സൊല്യൂഷൻ ആയി കഴിയുമ്പോൾ ആ സബ്സ്റ്റൻസസ് 2 ചാർജസ് ആയിട്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് കിടക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി എന്തിനാണ് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്? എങ്കിൽ മാത്രമേ സൊല്യൂഷനകത്ത് ഇവർക്ക് സ്റ്റേബിൾ ആയിട്ട് കിടക്കാൻ കഴിയുകയുള്ളൂ.
അതുകൊണ്ടാണ് നേച്ചറിലുള്ള എല്ലാ സബ്സ്റ്റൻസസും സൊല്യൂഷൻ ആകുമ്പോൾ ഇതുപോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഐസോഇലക്ട്രിക് പോയിന്റ് എന്താണെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ദ pH അറ്റ് വിച്ച് ദ സബ്സ്റ്റൻസ് ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇനി ഇലക്ട്രോഡിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സസ് മുതൽ പഠിച്ചു വരുന്നതാണ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡും എന്തെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടക്റ്റിംഗ് വയറിനെയാണ് നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതേസമയം അതേ ബാറ്ററിയുടെ തന്നെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് വയറിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോഡിന് രണ്ട് പോർഷൻസ് കാണും, രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും. ഒന്ന് എന്താണ്? ഈ നേരത്തെ പറഞ്ഞ കണ്ടക്റ്റിംഗ് വയർ. രണ്ടാമത്തത് ഒരു റോഡാണ്. ഇതുപോലെ നീളത്തിന് ഒരു റോഡ് കാണും. ഈ റോഡ് ഉണ്ടാക്കുന്നത് ഒന്നുകിൽ കാർബൺ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാറ്റിനം കൊണ്ടോ അല്ലെങ്കിൽ സിൽവർ കൊണ്ടോ അല്ലെങ്കിൽ സിൽവർ ക്ലോറൈഡ് കൊണ്ടോ ഒക്കെയാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു റോഡും ഒരു കണ്ടക്റ്റിംഗ് വയറും കൂടെ ചേർന്നതാണ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ കൂടെ ആയിരിക്കും എന്ത് സഞ്ചരിക്കുന്നത്? കറണ്ട് സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന, അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് ഈ ഇലക്ട്രോഡിലൂടെയാണ്. ഇത്രയും മനസ്സിലായല്ലോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്താണെന്നുള്ളത്. ഇനി അങ്ങനത്തെ രണ്ട് ഇലക്ട്രോഡ്സിനെ നേരത്തെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഉടനെ തന്നെ ഒരു ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്നു. അപ്പൊ ഇലക്ട്രിക് കറണ്ട് ഈ ഇലക്ട്രോഡ് വഴി ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പം ആ സൊല്യൂഷനകത്തും എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു ആ സൊല്യൂഷൻ അകത്തൂടെ, അല്ലേ? അപ്പൊ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ സൊല്യൂഷനിൽ കിടക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും, അനങ്ങാൻ തുടങ്ങും. എന്നിട്ട് മൂവ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതിന്റെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സിലേക്ക് മൂവ് ചെയ്ത് എത്തിയിട്ട് അവിടെ ആ ഓപ്പോസിറ്റ് ചാർജ്ഡ് ഇലക്ട്രോഡ്സിന്റെ അടുത്ത് അവർ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു. മനസ്സിലായോ? അപ്പം ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് മോളിക്യൂൾസ് ഇതുപോലെ പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ അവിടെ, ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്ത് ആര് വരും? നെഗറ്റീവ് അയോൺസ് വരും, അല്ലേ? അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ അടുത്ത് ആര് വരും? പോസിറ്റീവ് ഇലക്ട്രോഡ് വരും. അങ്ങനെ സൊല്യൂഷൻ അകത്ത് കിടക്കുന്ന ഈ രണ്ട് അയോൺസും ചാർജ്ഡ് പാർട്ടിക്കിൾസും അതാത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു, മൂവ് ചെയ്തെത്തുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ഈ സൊല്യൂഷനിലുള്ള ഈ രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഇനി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്ന പേരാണ് അയോൺസ്. OINS, അയോൺസ്. നിങ്ങൾ പഠിച്ചു കാണുമല്ലോ, അല്ലെ? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും. പിന്നെ ഞാൻ അയോൺസ് എന്നേ പറയുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ മൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് അനുകൂലമായിട്ടുണ്ടായിരിക്കണം. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആ അയോൺസിന്റെ ഷേപ്പ്. രണ്ട്, അയോൺസിന്റെ സൈസ്. മൂന്ന്, മോളിക്കുലാർ വെയിറ്റ്. മോളിക്കുലാർ വെയിറ്റിനെ തന്നെയാണ് സൈസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ബയോളജിയിൽ സൈസിന് പറയുന്ന പേരാണ് മോളിക്കുലാർ വെയിറ്റ്. അപ്പൊ ഒന്ന് ഷേപ്പ്, അയോൺസിന്റെ ഷേപ്പ്. രണ്ട്, അയോൺസിന്റെ സൈസ് അഥവാ മോളിക്കുലാർ വെയിറ്റ്. മൂന്ന്, നമ്മൾ പാസ് ചെയ്ത് വിടുന്ന ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഇലക്ട്രിക് കറണ്ടിന്റെ ആ ഒരു എന്താണ് വോൾട്ട്. ദെൻ നാലാമത്തത് മാട്രിക്സ് ഓഫ് ദ ജെൽ സപ്പോർട്ട്. ഒരു സപ്പോർട്ടിംഗ് മീഡിയ ഉണ്ടായിരിക്കും. ആ മീഡിയയുടെ മേളിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ എന്താണ് അയോൺസ്, അതായത് സാമ്പിൾസിനെ സ്പോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്ന രീതി, ആ മീഡിയയുടെ അകത്തുള്ള ആ ഒരു ഇന്റേണൽ സ്ട്രക്ചർ, അതിനെയാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മാട്രിക്സ് ഓഫ് ദ ജെൽ സപ്പോർട്ട്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് മീഡിയം എന്ന് പറയുന്നത് ഒരു ജെല്ലാണ്. അതുകൊണ്ടാണ് ഇവിടെ ജെൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ആൻഡ് ഓൾ ദ സപ്പോർട്ടിംഗ് മീഡിയ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സിനെയാണ് ഈ അയോൺസിന്റെ മൂവ്മെന്റ് ആശ്രയിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഞാൻ പറയാം, ഒരു കാര്യം പറയാം. ഗ്രേറ്റർ ദ ചാർജ്, അപ്പൊ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ. അത് ഞാൻ മാറിപ്പോയതാണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അയോൺസ് ഉണ്ടല്ലോ, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും, അതിന്റെ ചാർജസ്
അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ചാർജിനെയാണ് ഇലക്ട്രിക് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ചാർജ് ഓഫ് ദ അയോൺസ്. അതാണ് ഇലക്ട്രിക് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് കേട്ടോ. സോറി, മാറിപ്പോയതാണ് കുട്ടികളെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഗ്രേറ്റർ ദ ചാർജ് ആൻഡ് ലെസർ ദ മോളിക്കുലാർ വെയിറ്റ്, ഗ്രേറ്റർ വുഡ് ബി ദ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ്. ഇനി ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് പെട്ടെന്ന് മൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം എന്നറിയാമോ? 2 ഫാക്ടേഴ്സ് അതിന് കൂടുതലായിട്ട് ഉണ്ടായാൽ മതി. ഒന്ന് ചാർജ്, 2 അതിന്റെ സൈസ്. അപ്പൊ എത്രത്തോളം സൈസ് കുറയുന്നുവോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അയോൺസ് മൂവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഓട്ടപ്പന്തയം വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും മെലിഞ്ഞ കുട്ടിയായിരിക്കും ആദ്യം ഓടി എത്തുന്നത് അല്ലേ. കാരണം എന്താണ്? അതിന്റെ സൈസ് കുറവായതുകൊണ്ടാണ്, വണ്ണം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ പൊക്കം കുറവായതുകൊണ്ടാണ്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ആ കുട്ടി ഓടുമ്പം ആ കുട്ടിക്ക് ചുറ്റുമുള്ള ഫ്രിക്ഷൻ കുറവായിരിക്കും. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ നേച്ചറായിട്ട് തിരിച്ച് നമ്മളെ റെസിസ്റ്റ് ചെയ്തെടുക്കുന്ന ആക്ഷനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും എന്തുണ്ട്? നമ്മൾ കാണുന്നില്ലെങ്കിലും എയർ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ ആ എയറിന്റെ ഫ്രിക്ഷനെ ഓവർകം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നത്, മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അയോൺസ് മൂവ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത് ചാർജ്. ചാർജ് എന്ന് പറഞ്ഞാൽ ചില അയോൺസിന് ഡബിൾ ചാർജസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഡബിൾ പോസിറ്റീവ് ചാർജസ് അല്ലെങ്കിൽ ഡബിൾ നെഗറ്റീവ് ചാർജസ്. ഓക്കെ, ചിലതിന് സിംഗിൾ പോസിറ്റീവ് ചാർജേ കാണൂ, ചില അയോൺസിന് സിംഗിൾ നെഗറ്റീവ് ചാർജേ കാണുള്ളൂ ചില അയോൺസിന്. അപ്പോൾ ഡബിൾ ചാർജസ് വരുമ്പോൾ, അതായത് ചാർജ് കൂടിയില്ലേ, അപ്പൊ ചാർജ് കൂടുന്നതനുസരിച്ച് മൂവ്മെന്റും ഫാസ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? അതേസമയം ചാർജ് കുറഞ്ഞാൽ, ഇപ്പം ഡബിൾ പോസിറ്റീവ് ചാർജിനെ കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് പതുക്കെ മൂവ് ചെയ്യുള്ളൂ, ഡബിൾ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡബിൾ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് വെൻ കമ്പയർ ടു സിംഗിൾ നെഗറ്റീവ് ചാർജ്ഡ് അയോൺ. മനസ്സിലായോ? അപ്പൊ ഇത് അങ്ങനെയാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഷേപ്പും ഇതിനെ ആശ്രയിക്കുന്നു, ഒരു ഫാക്ടറാണ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റെഗുലർ ഷേപ്പിലുള്ള അയോൺസ് ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതേസമയം ഇറഗുലർ ഷേപ്പിലുള്ള അയോൺസ് ആണെങ്കിൽ അതിന്റെ മൂവ്മെന്റ് സ്ലോ ആവും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ ഇലക്ട്രിക് കറണ്ടിന്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പൊ ഇലക്ട്രിക് കറണ്ട് സ്റ്റഡി ആയിട്ട് കണ്ടിന്യൂസ് ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ അയോൺസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതേസമയം ഈ കറണ്ടിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ സെപ്പറേഷൻ സ്ലോ ഡൗൺ ചെയ്തു പോകും. മനസ്സിലായോ? അപ്പൊ സെപ്പറേഷൻ പയ്യെ നടക്കുകയുള്ളൂ. അപ്പൊ ഇലക്ട്രിക് കറണ്ട് ഈ പറയുന്ന എല്ലാം ഒരു ഫാക്ടറാണ്. ഇനി സപ്പോർട്ടിംഗ് മീഡിയം എന്താണെന്ന് നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു അല്ലേ. സപ്പോർട്ടിംഗ് മീഡിയം എന്താണെന്ന്. അപ്പൊ ആദ്യം പണ്ട് കാലത്ത് ഇലക്ട്രോഫോറസിസ് ചെയ്തിരുന്നത് ഒരു യു ഷേപ്പിലുള്ള ട്യൂബിനകത്തായിരുന്നു. ഒരു യു പോലെ, ഇങ്ങനെ ബക്കറ്റ് പോലെ യു ഷേപ്പിലുള്ള ഒരു ട്യൂബ് ഉണ്ടായിരിക്കും. ഈ ട്യൂബിനകത്ത് വെച്ചാണ് ഇലക്ട്രോഫോറസിസ് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ യു ഷേപ്ഡ് ട്യൂബിനകത്ത് സോൾവെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു സോൾവെന്റ് നിറച്ചിട്ട് ആ സോൾവെന്റിന്റെ അകത്തേക്ക് ആയിരുന്നു സാമ്പിൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സാമ്പിൾ എന്ന് പറഞ്ഞതാണ് നമ്മൾ ഈ സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നത് അല്ലേ. നേരത്തെ പറഞ്ഞ NaCl സാമ്പിൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സാമ്പിള് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ, ഇത് യൂട്യൂബാണ്, ഈ യൂട്യൂബിനകത്ത് വെള്ളം നിറച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ വെള്ളത്തിനകത്തേക്ക് ഞാൻ NaCl ഉപ്പ്, സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ ആഡ് ചെയ്ത് കഴിയുമ്പോൾ NaCl ഈ സൊല്യൂഷനകത്ത് എങ്ങനെയായിരിക്കും കിടക്കുന്നത്? Na പോസിറ്റീവും Cl മൈനസ് ആയിട്ട് അല്ലേ. അപ്പൊ ഈ സൊല്യൂഷനകത്ത് എല്ലായിടത്തും ഈ NaCl അങ്ങ് സ്പ്രെഡ് ചെയ്ത് കിടക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ സ്പ്രെഡ് ചെയ്ത് കിടന്നിട്ട് ഇതിനകത്ത് 2 ഇലക്ട്രോഡ് നമ്മൾ വെക്കുകയാണെങ്കിൽ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് വെക്കുകയാണെങ്കിൽ ഈ NaCl അതായത് Na പോസിറ്റീവും Cl മൈനസും അല്ലേ. അപ്പൊ സോഡിയം ക്ലോറൈഡും രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. കാരണം NaCl ഈ സൊല്യൂഷനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്.
ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു ഇലക്ട്രോഫോറസിസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. അതേസമയം മോഡേൺ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ്. ഇവിടെ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് മീഡിയയെ യൂസ് ചെയ്യുന്നു. സപ്പോർട്ടിംഗ് മീഡിയ യൂസ് ചെയ്യുന്ന ഈ സപ്പോർട്ടിംഗ് മീഡിയ ഇനേർട്ട് ആയിരിക്കും. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കലി നോൺ റിയാക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇനേർട്ട് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് മീഡിയ ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി സപ്പോർട്ടിംഗ് മീഡിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഈ NaCl അത് തന്നെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. അപ്പൊ NaCl നേരത്തെ നമ്മൾ പറഞ്ഞു യൂട്യൂബിനകത്ത് എങ്ങനെയാ ഇട്ടിരുന്നത്? സൊല്യൂഷനകത്തേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും, ഇട്ട് കൊടുക്കും, അങ്ങ് വെറുതെ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതേസമയം ഈ സൊല്യൂഷനകത്ത് ഒരു ഫിൽട്ടർ പേപ്പർ വെച്ചിട്ട് ആ ഫിൽട്ടർ പേപ്പറിന്റെ മേളില് ഈ NaCl ഒരു കുറച്ചൊന്ന് കലക്കി, ഒരു വെള്ളമായിട്ട് കുറച്ച് കലക്കിയിട്ട് നമ്മൾ ഈ ഫിൽട്ടർ പേപ്പറിന്റെ മേളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ NaCl രണ്ട് സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനും കഴിയും, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും അല്ലെ. അപ്പൊ ഇതാണ് സപ്പോർട്ടിംഗ് മീഡിയയുടെ പ്രയോജനം. ഓക്കെ, അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ഇതുപോലെ വെറ്റായിട്ടുള്ള ഫിൽട്ടർ പേപ്പർ ആയിരുന്നു സപ്പോർട്ടിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ആയപ്പോൾ നമ്മൾ പോളിമറൈസ്ഡ് ജെൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ജെൽ അറിയാലോ എല്ലാവർക്കും, സെമി സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ജെൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മോണോമേഴ്സിനെ ഇതുപോലെ മോണോമേഴ്സിനെ ഇതുപോലെ കമ്പൈൻ ചെയ്ത് പോളിമറൈസ് ചെയ്യുന്നതിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ജെല്ല് പോലത്തെ ഇതുപോലെ കെമിക്കൽസിനെയും പോളിസാക്കറൈഡ്സിനെയും എല്ലാം ഇതുപോലെ പോളിമറൈസ് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് പോളിമറൈസ്ഡ് ജെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളിമറൈസ്ഡ് ജെല്ലും നമ്മൾ ഇപ്പോൾ സപ്പോർട്ടിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പോളിമറൈസ്ഡ് ജെല്ലിനെയാണ് സപ്പോർട്ടിംഗ് മീഡിയ ആയിട്ട്. അപ്പം ഈ അങ്ങനെ യൂസ് ചെയ്യുന്ന പോളിമറൈസ്ഡ് ജെൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അക്രിലമൈഡ് ജെൽ, അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം യൂസ് ചെയ്യുന്നത് അക്രിലമൈഡ് ജെല്ലും പിന്നെ അഗാരോസ് ജെല്ലും ഒക്കെയാണ്. മനസ്സിലായോ? ഇതുകൂടാതെ സ്റ്റാർച്ച് ജെല്ലുണ്ട്, സെല്ലുലോസ് അസറ്റേറ്റ് ജെല്ലുണ്ട്, സിലിക്ക ജെല്ലുണ്ട്. ഇപ്പം പറഞ്ഞ സ്റ്റാർച്ച്, സെല്ലുലോസ് അസറ്റേറ്റ്, സിലിക്ക, ഈ 3 ജെല്ലും നമ്മൾ അൺകോമൺ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ. അതായത് വളരെ റെയർ ആയിട്ടേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അക്രിലമൈഡും അഗാരോസ് ജെല്ലും ആണ്. ഇത്രയും മനസ്സിലായോ? അപ്പൊ സപ്പോർട്ടിംഗ് മീഡിയ എന്താണെന്നുള്ളത് മനസ്സിലായോ? അതായത് സാമ്പിൾസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സാമ്പിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയയാണ് സപ്പോർട്ടിംഗ് മീഡിയ എന്ന് പറയുന്നത്. സപ്പോർട്ടിംഗ് മീഡിയ ഒന്നുകിൽ ഫിൽട്ടർ പേപ്പർ ആകാം, അല്ലെങ്കിൽ ഒരു പോളിമറൈസ്ഡ് ജെല്ലാകാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ദ സാമ്പിൾ ടു ബി അനലൈസ്ഡ് ഈസ് അപ്ലൈഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദിസ് മീഡിയം ഓർ ഇൻ ടു ദിസ് മീഡിയം ആസ് എ സ്പോട്ട് ഓർ എസ് എ തിൻ ബാറ്റ്. അപ്പം ഈ മീഡിയത്തിനകത്ത് ആയിരിക്കും ഈ സാമ്പിൾ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഏത് സാമ്പിളിനെയാണോ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സാമ്പിളിനെ നേരത്തെ പറഞ്ഞ സപ്പോർട്ടിംഗ് മീഡിയയ്ക്ക് അകത്ത് നമ്മൾ സ്പോട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഒരു തിൻ ബാൻഡ് ആയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. മനസ്സിലായോ? അപ്ലൈ ചെയ്യും. Hence, modern electrophoresis is termed as zonal electrophoresis, which has widespread use in the separation and identification of biomolecules and also in determining their molecular size. അപ്പോൾ ഇങ്ങനെ ബാൻഡ് ആയിട്ട് അല്ലെങ്കിൽ സ്പോട്ട് ആയിട്ട് നമ്മൾ ലോക്കലൈസ് ചെയ്ത് ഈ സാമ്പിൾസിനെ സപ്പോർട്ടിംഗ് മീഡിയയ്ക്ക് അകത്ത് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മോഡേൺ ഇലക്ട്രോഫോറസിസിനെ നമ്മൾ സോണൽ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്നത്. സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാൻഡ് എന്നുള്ള അർത്ഥമാണ്, കൂട്ടമായി, ക്രൗഡഡ് ആയിട്ട് എന്നുള്ള അർത്ഥമാണ് സോണൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഈ സാമ്പിൾസിനെ ഒരു കൂട്ടമായിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു സ്ഥലത്ത് നമ്മൾ ലോക്കലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് ലോക്കലൈസ് ചെയ്ത് നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഈ സാമ്പിൾ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിട്ട് വരും അല്ലേ. അപ്പൊ ഇതിനെയാണ് സോണൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പൊ സോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ബാൻഡ്, ക്രൗഡഡ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്, സ്പോട്ടിംഗ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം അങ്ങനെ സോണ് പോലെ അല്ലെങ്കിൽ ബാൻഡ് പോലെ ഈ മോളിക്യൂൾസ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് എന്ത് വിളിക്കുന്നത്, ഇതിന് സോണൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ ഇലക്ട്രോഫോറസിസ് വഴി നമുക്ക് സാമ്പിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ ഈ ബയോമോളിക്യൂൾസിന്റെ ചില ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാനും വരെ സാധിക്കും. മനസ്സിലായോ? ഒന്ന്, ബയോമോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് പ്രോട്ടീൻസ് ആയ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഒരു മിക്സറിൽ, ഒരു സാമ്പിളിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ പ്രോട്ടീനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ മിക്സറിനകത്തുള്ള ഓരോ പ്രോട്ടീനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇലക്ട്രോഫോറസിസ് വഴി. രണ്ടാമത്, ഈ മിക്സറിലുള്ള പ്രോട്ടീൻസ് ഏതെല്ലാമാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇലക്ട്രോഫോറസിസ് വഴി. മൂന്നാമത്, ഈ പ്രോട്ടീൻസിന്റെ എല്ലാം ആക്ച്വൽ സൈസ് എത്രയാണ് എന്നുള്ളതും നമുക്ക് ഇലക്ട്രോഫോറസിസ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ സപ്പോർട്ടിംഗ് മീഡിയയുടെ കാര്യമാണ് ഈ ഒരു ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞത്. സപ്പോർട്ടിംഗ് മീഡിയ അതായത് പണ്ട് കാലങ്ങളിൽ യൂട്യൂബിലാണ് ചെയ്തുകൊണ്ടിരുന്നത്, യു ഷേപ്പിലുള്ള ട്യൂബിനകത്ത്. അപ്പൊ ട്യൂബിനകത്ത് വെള്ളം നിറച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സോൾവെന്റോ ബഫറോ നിറച്ചിട്ട് അതിനകത്തേക്ക് സാമ്പിള് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ വന്നിട്ട് 2 ഇലക്ട്രോഡ്സ് അപ്പുറം ഇപ്പുറം ആയിട്ട് വെക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ആ സാമ്പിൾ മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് മോഡേൺ ആയിട്ട് ഇപ്പോൾ ഉള്ള ഇലക്ട്രോഫോററ്റിക് ടെക്നിക്സ് ചെയ്യുന്നത് ഒരു സപ്പോർട്ടിംഗ് മീഡിയയുടെ സഹായത്തോടു കൂടിയാണ്. ഈ സപ്പോർട്ടിംഗ് മീഡിയ ഒരു ഇനേർട്ട് ആയിരിക്കണം, ഇനേർട്ട് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് മീഡിയ ആയിരിക്കണം. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ കെമിക്കലി നോൺ റിയാക്റ്റീവ്. എന്നിട്ട് ഈ സപ്പോർട്ടിംഗ് മീഡിയയുടെ അകത്തായിരിക്കും നേരത്തെ പറഞ്ഞ സാമ്പിൾ മോളിക്യൂൾസ് സ്പോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു സ്പോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു തിൻ ബാൻഡ് ആയിട്ടോ ആയിരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ സാമ്പിൾ മോളിക്യൂൾസ് ഇതുപോലെ ഈ സപ്പോർട്ടിംഗ് മീഡിയയുടെ മേളിൽ കൂടെ മൂവ് ചെയ്ത്, അല്ലെ, സപ്പോർട്ടിംഗ് മീഡിയയുടെ അകത്തൂടെ ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സിലേക്ക് ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പോൾ മൂവ് ചെയ്ത് സെപ്പറേറ്റഡ് ആകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇപ്പൊ ഈ ഒരു ഇലക്ട്രോഫോറസിസ് വഴി നമുക്ക് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ സൈസ് മനസ്സിലാക്കാനും വരെ സാധിക്കുന്നു. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി അടുത്ത ബഫേഴ്സ് ആണ്. ബഫേഴ്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ആണ്. പക്ഷേ ബഫേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ദേ ആർ സൊല്യൂഷൻസ് ഹാവിങ് എ കോൺസ്റ്റന്റ് pH. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള pH കാണിക്കുന്ന സൊല്യൂഷൻസിനെയാണ് ബഫേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി, ആ സൊല്യൂഷൻ 2 കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ആ കെമിക്കൽസ് കൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ ആ സൊല്യൂഷനകത്തുള്ള pH 7 ആണെന്ന് വിചാരിക്കുക. 7 pH. ഈ pH ഒരിക്കലും മാറില്ല, അങ്ങനെ തന്നെ നിൽക്കും മാസങ്ങളോളം. മനസ്സിലായോ? ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാലും അല്ല വേറെ ഏത് കെമിക്കൽ ഒഴിച്ചാലും ആസിഡ് ഒഴിച്ചാലും എന്ത് സംഭവിക്കുന്നില്ല? ഇതിന്റെ pH മാറുന്നില്ല, 7ൽ തന്നെ നിൽക്കും. ഇങ്ങനെ pH ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സൊല്യൂഷൻസിനെയാണ് ബഫേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബഫേഴ്സ് ആർ സൊല്യൂഷൻസ് വിച്ച് ക്യാൻ റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ pH and it is having a constant pH throughout. മനസ്സിലായോ? ഇതിനെയാണ് ബഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഫേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്, ഇവിടെ ഫാക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം pHലാണെന്നല്ലേ. pH കറക്റ്റ് ആയാൽ മാത്രമേ ഈ മോളിക്യൂൾസിനെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ബഫേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്താണ്? ഏത് pH ആണോ നമുക്ക് വേണ്ടത് ആ pHലുള്ള ബഫർ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ബഫേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ചാർട്ട്, ഇപ്പൊ ഓൾറെഡി ബഫേഴ്സ് ഏതൊക്കെ കെമിക്കൽസ് ചേർക്കുമ്പോൾ ഏതൊക്കെ pHലുള്ള ബഫേഴ്സ് ഉണ്ടാകും എന്നുള്ളത് ഓൾറെഡി സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് pH 7 വേണമെങ്കിൽ ഞാൻ pH 7 വരുന്ന ബഫേഴ്സ് ആ ചാർട്ട് നോക്കിയിട്ട് ആ കെമിക്കൽസ് എത്രയാണോ അളന്നെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ അളന്നെടുത്ത് അതിനെ സൊല്യൂഷൻ ആക്കിയാൽ മതി, എനിക്ക് ആ കോൺസ്റ്റന്റ് pH കിട്ടും. മനസ്സിലായോ? അപ്പൊ ആ ബഫേഴ്സ് അപ്പൊ അങ്ങനെ ഓൾറെഡി ഇതുപോലെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കേക്കൊക്കെ പോലെ. ഇപ്പൊ കേക്ക് ബേക്ക് ചെയ്യുന്നു, അപ്പൊ കേക്കിന്റെ ശരിക്കുള്ള റെസിപ്പി ഓൾറെഡി എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ, അല്ലെ? ഇപ്പൊ അറിഞ്ഞൂടെങ്കിൽ തന്നെ ഒന്ന് യൂട്യൂബ് നോക്കിയാൽ മതി, അതിന്റെ റെസിപ്പി വരും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ബഫേഴ്സിന്റെ ബഫേഴ്സ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള റെസിപ്പി ഓൾറെഡി സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് ഏത് pH ആണോ വേണ്ടത് ആ റെസിപ്പി നോക്കിയിട്ട് ആ pHനുള്ള കെമിക്കൽസ് ആഡ് ചെയ്താൽ മതിയാകും. അതിപ്പോ ആ പറഞ്ഞിരിക്കുന്ന pH എനിക്ക് കിട്ടും. മനസ്സിലായോ? പക്ഷെ ഞാൻ pH സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സാമ്പിളിന്റെ
ഐസോ ഇലക്ട്രിക് pH മാത്രമാകാൻ പാടില്ല. അത് മാത്രം ഞാൻ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇൻ ഇലക്ട്രോഫോറസിസ് വേരിയസ് pH ആർ യൂസ്ഡ് ടു കീപ് ദ സപ്പോർട്ടിംഗ് മീഡിയം വെറ്റ് ആൻഡ് ദെയർബൈ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് കറന്റ് ഫ്ലോ ആൻഡ് എ പ്രോപ്പർ pH. അപ്പൊ ബഫേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് 3 അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് മീഡിയം അത് ഫിൽട്ടർ പേപ്പർ ആയാലും ജെല്ലായാലും അതിനെ വെറ്റായി തന്നെ നിലനിർത്തുന്നു. ഡ്രൈ ആകാൻ പാടില്ല. ഡ്രൈ ആയി കഴിഞ്ഞാൽ അയോൺസിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അയോൺസിനെ ഈ സപ്പോർട്ടിംഗ് മീഡിയത്തിനകത്താണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ സപ്പോർട്ടിംഗ് മീഡിയം ഈ എക്സ്പെരിമെന്റ് കഴിയുന്നത് വരെ വെറ്റായി തന്നെ ഇരിക്കണം. അപ്പൊ ബഫേഴ്സ് ഈ സപ്പോർട്ടിംഗ് മീഡിയത്തിനെ പ്രോപ്പർ വെറ്റായിട്ട് തന്നെ നിലനിർത്തുന്നു. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ബഫേഴ്സിന്റെ കോൺസ്റ്റന്റ് ഇലക്ട്രിക് കറന്റ് ഫ്ലോയിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രിക് കറന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ ഇലക്ട്രിക് കറന്റ് ഫ്ലോയിനെ ഈ ബഫേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. മൂന്നാമത്തത് പ്രോപ്പറായിട്ട് ആ അയോൺസിന് വേണ്ട മൂവ്മെന്റിന് വേണ്ട pH പ്രൊവൈഡ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ് ബഫേഴ്സ് വഴി കിട്ടുന്നത്. This in turn will enable the movement of the particles under fairly constant conditions അല്ലെ. അപ്പൊ അങ്ങനെ ഈ അയോൺസ് എന്ത് ചെയ്യുന്നു, വളരെ ഈസി ആയിട്ട് കോൺസ്റ്റന്റ് കണ്ടീഷൻസിൽ വളരെ സന്തോഷത്തോടു കൂടി മൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. pH of the buffer is always kept different from the isoelectric point of the substance. നേരത്തെ എടുത്തെടുത്ത് പറയുന്ന കാര്യം ഇതാണ്. സബ്സ്റ്റൻസിന്റെ നമ്മൾ ഏത് സാമ്പിൾ ആണോ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഐസോഇലക്ട്രിക് pH മാത്രം ആകാൻ പാടില്ല ഈ ബഫറിന്റെ pH. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും ഒരു ഇക്വേഷൻ വഴി. ആ ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. V = EQ / F. V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് മോളിക്യൂൾസ് ആണ്. അതായത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ആ സ്പീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട്. 3 ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് മോളിക്യൂൾസിന്റെ മേളിലുള്ള നെറ്റ് ചാർജ്, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ. മനസ്സിലായോ? അപ്പൊ ചാർജ്ഡ് മോളിക്യൂൾസിന്റെ ചാർജിനെയാണ് ഇവിടെ ക്യൂ എന്ന് പറയുന്നത്. നാലാമത്തത് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ഓർ വിസ്കസ് ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. അപ്പൊ മോളിക്യൂളിന്റെ അയോൺസിന് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിന് അതിജീവിക്കേണ്ടി വരുന്ന ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റിനെയാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കുറയ്ക്കാമോ അത്രത്തോളം എന്ത് സംഭവിക്കുന്നു, ഈ അയോൺസിന്റെ മൂവ്മെന്റ് ഫാസ്റ്റായി മാറും അല്ലെ, ഫാസ്റ്റർ ആവും. ഫോർ എക്സാമ്പിൾ റെഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ്, പിന്നെ ഏറ്റവും കുറഞ്ഞ സൈസ്, ഈ 2 പ്രോപ്പർട്ടീസും അയോൺസിനുണ്ടെങ്കിൽ അതിന്റെ മൂവ്മെന്റ് ഫാസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് വളരെ കുറവായിരിക്കും. മനസ്സിലായോ? അപ്പം റെഗുലർ ഷേപ്പിലുള്ള മോളിക്യൂളും പിന്നെ വളരെ സൈസ് കുറഞ്ഞ മോളിക്യൂളും ആയിരിക്കും ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ്, അങ്ങനത്തെ മോളിക്യൂൾസിനായിരിക്കും ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കുറവായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മോളിക്യൂൾസ് ആയിരിക്കും പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ അതിന്റെ ഷേപ്പിലും സൈസിലും എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം സൈസ് കുറഞ്ഞ മോളിക്യൂളും പിന്നെ ഷേപ്പ് ആണെങ്കിലോ റെഗുലർ ഷേപ്പിലുള്ള മോളിക്യൂൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂവ് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ അതിന് ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. നേരത്തെ ഓട്ടപ്പന്തയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഏറ്റവും സൈസ് കുറഞ്ഞ കുട്ടി ഓടിയെത്തുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായോണ്ടാണ് അല്ലെ. ആ കുട്ടിക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും, അതിന്റെ സൈസ് കുറവായോണ്ട് അതിന് ഈസി ആയിട്ട് സൈസ് കുറവായോണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ കുട്ടി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും തിരിച്ച് അതിന് ചുറ്റുമുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് തിരിച്ചു വെക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ കുട്ടി പെട്ടെന്ന് ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷൻ പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇലക്ട്രോഫോറസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി
ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസും ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് പേപ്പറും പേജും പഠിക്കാം. ഓക്കെ, എനിവേ താങ്ക്സ് എ ലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസ്ണിംഗ് ആൻഡ്